തൃശ്ശൂരിന്ന് ഒരു ഗ്രാൻഡ് വിത്താര വന്നിട്ടുണ്ടോ? ഫുൾ വർക്കാണ്, ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ്. ബ്രോ പേര് പറഞ്ഞു ബ്രോ? കെനഡി. എവിടെ? തൃശ്ശൂര്. തൃശ്ശൂര് പറവട്ടാണ്. ഇതാ ഫ്രണ്ടാണോ? അനിയനാണല്ലേ. ബ്രോ പേര് പറഞ്ഞു? റിച്ചാർഡ്. എങ്ങനെ വർക്കൊക്കെ ഇഷ്ടമായോ? വർക്ക് ഇഷ്ടമായിരുന്നു. വീഡിയോസ് കാണാറുണ്ട്. ഇത്രയും നല്ല പെർഫെക്ഷൻ അടിപൊളിയല്ല. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പൊ ഇതിൽ ചെയ്ത വർക്ക് കാണിച്ചത് മെയിൻ ആയിട്ട് സ്റ്റീരിയോ ഇല്ല, ബേസ് മോഡൽ വണ്ടി കൊണ്ട് തന്നെ. സ്പീക്കേഴ്സ് ഫ്രണ്ട് ഡോറിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്, അത് മാറ്റിയിട്ട് നമ്മൾ ബാക്ക് ഡോറിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു സ്പീക്കേഴ്സ് ബാക്ക് ഡോറിൽ ഉണ്ടാവില്ല. ഫ്രണ്ട് സ്പീക്കേഴ്സിന്റെ കമ്പനി പറഞ്ഞ സ്പീക്കേഴ്സ് ബാക്കിലേക്ക് വെച്ചിട്ട് ഫ്രണ്ടിൽ നമ്മൾ കോമൺ സ്പീക്കേഴ്സ് ചെയ്താണ്. ഓസൈലിന്റെ സ്പീക്കേഴ്സ് ആണ് പ്രീമിയം ആയിട്ട്. ഇനി ഭാവിയിൽ നമുക്ക് ആംബ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്പീക്കേഴ്സും ചെയ്യേണ്ട, അത്രയ്ക്ക് അടിപൊളി സ്പീക്കേഴ്സ് ആണ് കേട്ടോ. അപ്പൊ 360യുടെ നമ്മളെ സ്മാർട്ട് ഓഡിയോയുടെ സ്റ്റീരിയോ ആണ്. 2 വർഷം വാറന്റി ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്റ്റീരിയോ ആണ്. 1080p ക്ലാരിറ്റി ഉള്ള ക്യാമറ കാര്യങ്ങളൊക്കെയാണ്. 4 സൈഡിലും ക്യാമറ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആംബിയൻസ് ലൈറ്റ് ആണ്, കണ്ടില്ലേ കമ്പനി. ഇപ്പോൾ ഒരു എല്ലാ പ്രീമിയം കാശിലും വരുന്ന പോലെ തന്നെ നമ്മളെ എല്ലാ വണ്ടിയിലും ചെയ്യാട്ടോ, അത് സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് മോഡുകൾ വരുന്ന ഐറ്റാണ്. റിമോട്ടും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാട്ടോ. പിന്നെ ഇതിന്റെ ഫുഡ് ലൈറ്റിന്റെയും അതേപോലെ തന്നെ കപ്പ് ഹോൾഡറിന്റെ ഒക്കെ വരുന്നുണ്ട്. അത് വേറൊരു വെർഷനാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ കൂടുട്ടോ. പിന്നെ ഇതിൽ ചെയ്ത നമ്മളെ ഹെഡ് ലാമ്പ് വാം ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് 160 വാട്ട്സ് വരുന്ന ആ ഒരു ബൾബ് ഇട്ടുണ്ട്, ഡിമ്മും ബ്രൈറ്റും. പിന്നെ ഒപ്പം തന്നെ എല്ലയുടെ ആ ഒരു ക്രോം ടിങ് ടോണും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അടിച്ച് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ 360യുടെ അലൈൻമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്ലാരിറ്റിയും അതേപോലെ തന്നെ അതിന്റെ അലൈൻമെന്റ് നമ്മൾ ചെയ്ത വർക്കിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കാണാം കേട്ടോ. 5D മാറ്റ് ഇട്ടത്, 7D മാറ്റ് അല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ചവിട്ടിയ ഒരു ചെളി മാത്രമാണ് അതിലുള്ളത്, ഇപ്പൊ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ കാലിബ്രേഷൻ ചെയ്യാൻ പോയപ്പോൾ ഇത്തിരി ചെളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ 5D മാറ്റിന്റെ ഉപയോഗം വെച്ചാൽ ഒരുപാട് കാലം എടുക്കും. 7D മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുനടക്കാം കേട്ടോ. അധികം യൂസ് ചെയ്യാത്ത ആൾക്കാർക്കാണ് 7D മാറ്റ് പറ്റുള്ളൂ. 5D മാറ്റ് നമുക്ക് ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ കാണാൻ വൃത്തി 7D മാറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് വർക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇതിന്റെ ഇന്റീരിയറിലെ ഫുൾ ഓപ്ഷന്റെ ആ ഒരു ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു കിറ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ പിന്നെ റാപ്പിംഗ് ചെയ്യാം. ഇതിൽ സംഭവം ചെയ്തിട്ടില്ല. പിന്നെ റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, കമ്പനി കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൻ ഗാർഡ് നമ്മളെ ക്രോം ടൈപ്പ് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും 360 കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. സ്റ്റീരിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ലുക്കിൽ വരണേ കേട്ടോ. IPS ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഡിസ്പ്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ലോക്കലായിട്ടൊന്നുമല്ല. അപ്പൊ ഇതിൽ തന്നെ 360 ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സ്റ്റീരിയോ ആണ്. ഒപ്പം തന്നെ DSP ഒക്കെ വരുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള ട്യൂണിംഗ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നോർമലി സെറ്റിൽ ട്യൂൺ ചെയ്യാനേക്കാട്ടും എത്രയോ മടങ്ങായിട്ട് നമുക്ക് ഇതിൽ ട്യൂൺ ചെയ്യാം. അപ്പൊ സ്പീക്കേഴ്സ് ഒക്കെ ഓസൈലിന്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാം. പിന്നെ ആമ്പൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്തിരി കൂടിയും എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ T-Link 5 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ വയർലെസ് ആയിട്ട് നമുക്ക് യൂസ് സിസ്റ്റത്തിൽ കിട്ടും. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഫിറ്റ്മെന്റ് ആണ്. ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ABS ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു പാനൽ കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ നമ്മൾ പക്കയായിട്ട് ട്യൂൺ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു ലാഗും കൂടാണ്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. വീഡിയോ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ്. ഒപ്പം തന്നെ നമ്മളെ 360 ഇതിന്റെ മെയിൻ ഒരു സംഭവമാണ് 360. ആ ഒരു 360യുടെ മികവ് നിങ്ങൾ എന്തായാലും കണ്ടോ. നമ്മളെന്തായിട്ടും ഒരു ഇത്രയും പൈസക്ക് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് വിത്താര വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ സ്റ്റീരിയോ വെക്കാണ്ടിരിക്കുക. അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ, ഇതേപോലത്തെ സ്റ്റീരിയോ വെക്കാണ്ട്. അതിൽ കമ്പനി വന്ന 360 പോലെയല്ല, നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് എല്ലാം കൺട്രോൾ ചെയ്യാൻ കണ്ടില്ലേ. പക്ക എലമെന്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാം എന്തൊക്കെയാണ് കിടക്കണേന്നും. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പാർക്കിങ്ങിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളെ ഈ ഒരു 360യുടെ സംഭവം കേട്ടോ. അതിൽ തന്നെ നമുക്ക് 3D മാത്രമല്ല, അതിങ്ങനെ മാനുവലായിട്ടും ഓരോരോ പൊസിഷനിലേക്ക് നമുക്ക് ഇടാം കേട്ടോ. കണ്ടില്ലേ, ഈ ടയറിന്റെ ഭാഗമൊക്കെയാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഏരിയ. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡ് ടയറിന്റെ ഭാഗം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ക്ലാരിറ്റി ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റിക്ക് ആയിട്ട് നല്ലൊരു സോങ് എന്തെങ്കിലും വെച്ച് കേൾപ്പിക്കാം കേട്ടോ. ആംബിയൻസ് ലൈറ്റിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിപ്പോ നമ്മള് ഓട്ടോ എല്ലാ കളറും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഇതിട്ടാണ് കേട്ടോ. നമുക്ക് സിംഗിൾ ആയിട്ടോ അതിൽ പിന്നെ ഒരുപാട് വേറെ വെറൈറ്റിയിലുള്ള മൂഡുകളുണ്ട്. അതിനായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ഗ്രാൻഡ് വിത്താര നല്ല ഉഷാറായിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. വേറെ ഒരു തരത്തിലുള്ള വയർ കട്ടിങ്ങോ നമ്മളെ കമ്പനി വയറായിട്ട് ടച്ച് വരുത്തിയോ ഒന്നുമില്ല കേട്ടോ. പക്കയായിട്ട് എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഒരു വയറിങ് ചെയ്യുക, അതേപോലെ നമ്മൾ എല്ലാ വണ്ടിയിലും ഓരോരോ ആക്സസറീസ് സെപ്പറേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ ഒരു ബൾബാണ് കേട്ടോ നമ്മൾ മാറിയിട്ട് LED ആക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ആയി ഉണ്ടാവും. ഇത് 55 വാട്ട് ആയതുകൊണ്ട് തന്നെ വെട്ടം വളരെ കുറവായിരിക്കും. പിന്നെ വാമായിരിക്കുമല്ലോ ബൾബ് ഉണ്ടാവുക. അപ്പോൾ അത് LED വൈറ്റ് ഇട്ടാണ്, ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഉള്ള ഒരു ബൾബ് നമ്മൾ ഇട്ടേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഹെഡ്ലൈറ്റ് കാണിക്കാം. ഡിമ്മം കാണിക്കി അടിച്ചേ ആണല്ലേ. ഇത് രാത്രിയാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. ജസ്റ്റ് ഞാനിത് മാറ്റി എന്നുള്ളൊരു ചെറിയൊരു
ഷോട്ട് ഇടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഹോണ് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ കമ്പനി വന്ന ഹോണാണ് കേട്ടോ, ഹൈയും ലോയാണ് ഉള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിയിലും ഇതേപോലത്തെ ഹോണാണ് ഇപ്പോൾ മാരുതിയിൽ വരുന്നത്. അത് മാറ്റി നമ്മുടെ ഹെല്ലയുടെ ഒരു ടിൻടോൺ സീരീസ് ചെയ്തിട്ടുണ്ട്. ത്തിനുള്ള ഈ ഒരു ഗ്രാൻഡ് വിതരണ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ വീഡിയോ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് തലേദിവസം ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആണ്.